ഇന്ന് നമ്മളെ കുളച്ച ബീച്ച് വരെ പോണേ. എനിക്ക് ലീവാണ്. അപ്പൊ നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ കുളച്ച ബീച്ചിൽ പോകാമെന്ന്. ശരി, നമ്മൾ ഇറങ്ങിയേ. ഞങ്ങൾ ബീച്ചിൽ പോയി എത്തി. ഒരുപാട് വണ്ടികൾ പുറത്ത് പാർക്ക് ചെയ്തിട്ടിരുന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ പോകുമ്പോൾ തിരമാലകൾ കൂടുതലായതുകൊണ്ട് അലോഡില്ലായിരുന്നു. ഇന്ന് തിരമാല കുറവായതുകൊണ്ട് അലോഡുണ്ടായിരുന്നു. കണ്ടോ, ഞങ്ങളെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാതെ കുറച്ച് മാറി നിന്ന് ഒറ്റയ്ക്ക് നിൽക്കും പോലെ ആയിപ്പോയി. നമ്മളെപ്പോഴും പോകുമ്പോഴേ ബന്ധുക്കളെല്ലാം കൂട്ടിയാണ് പോകുന്നത്. ഇന്ന് ഞങ്ങൾ പോയപ്പോൾ അവരാരെയും വിളിച്ചില്ലായിരുന്നു. ഇക്കാക്ക് ലീവായതുകൊണ്ട് അവരെല്ലാം ബിസിയായിരുന്നു. അപ്പം നമ്മൾ ചുമ്മാ അല്ലേ വീട്ടിലിരുന്നത്. ശരി, ഒന്ന് പുറത്ത് പോകാമെന്ന് അങ്ങനെ വന്നതാണ്. പക്ഷെ ഒറ്റയ്ക്കായതുകൊണ്ട് അത് വലിയ ഒരു ഇൻട്രസ്റ്റ് പോലെ തോന്നിയില്ല, ഒരു ബോറ് പോലെ തോന്നി. പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് ചിൽഡ്രൻസ് പാർക്കിൽ പോയാലേ കപ്പലണ്ടി വറുത്തത് കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോകുമ്പോൾ അവിടെ കപ്പലണ്ടി വറുത്തതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് അങ്ങനെ കുടിച്ചിട്ട് പതുക്കെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് ഒന്ന് പോയി. അവിടെ പോകുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ നിന്ന് നല്ല ഊഞ്ഞാലാടുന്നതും അല്ലാതെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലെല്ലാം നിന്ന് പിള്ളേർ കളിക്കുന്നതെല്ലാം കണ്ട് രസിച്ചങ്ങനെ കുറച്ച് നേരം അവിടെ കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിരിക്കുമ്പോൾ എൻ്റെ ദീനിക്കുട്ടി മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഞണ്ട് വെളിയിൽ വരണത് എനിക്ക് കാണിച്ചു തന്നു. ഞാനത് പിടിക്കാൻ പോകുമ്പോൾ ഞണ്ട് മണ്ണിനടിയിലേക്ക് വീണ്ടും കയറിപ്പോയി. കണ്ടോ, ഞാൻ കൈയിട്ട് ഇങ്ങനെ മണ്ണ് വാരുമ്പോഴത്തേക്കും ഞണ്ട് വീണ്ടും അകത്തോട്ട് കയറിപ്പോയി. നമുക്ക് ഞണ്ട് വെളിയിൽ വന്നതേയില്ല. ഞങ്ങൾ വരുന്നത് വരെ ആ ഞണ്ട് വെളിയിൽ വന്നിട്ടില്ല. ഞാൻ അകത്ത് കൈയിട്ട് നല്ല ശ്രമിച്ചു ആ ഞണ്ടിനെ പിടിക്കാൻ. പക്ഷേ ഞണ്ട് പുറത്ത് വന്നില്ല. ഞങ്ങൾ കുറേ നേരം ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഇരുന്നിട്ട് എഴുച്ച് പുറത്ത് വന്നിട്ട് ഞങ്ങൾ പാനിപൂരി കഴിക്കാൻ വേണ്ടി വന്ന്. ഇതിന് മുമ്പൊക്കെ ഒരു ഫ്ലേവറിലല്ലേ ആ വെള്ളം കിട്ടുള്ളൂ, നമുക്കത് കഴിക്കാം. ഇപ്പോൾ ഒരുപാട് ഫ്ലേവറിലെല്ലാം ആ പാനിപൂരിയിൽ വീഴ്ത്തി കഴിക്കാനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഓരോന്നിനെയും നമ്മൾ ഓരോ പ്രാവശ്യം ആ വെള്ളം കണ്ടോ, നല്ല ടേസ്റ്റായിരുന്നു ഓരോ ഫ്ലേവറും. അങ്ങനെ അതും വാങ്ങിച്ച് കഴിച്ചു. അടുത്ത് മസാല പൂരി അതും വാങ്ങിച്ച് ഞാനും ഇക്കായും കൂടെ ഷെയർ ചെയ്ത് കഴിച്ച്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ച്. എൻ്റെ ദീനിക്കുട്ടിക്ക് അത് വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങളതെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്നും തിരിച്ചു. ബൈ ഫ്രണ്ട്സ്.